ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിതാ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോ ഡെക്കറേഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പഴയ ഒരു ബോയും അതുപോലെ തന്നെ ഒരു ഗം, അതായത് ഇത് B7000 എന്ന ഗമ്മാണ്. സൂപ്പറായിട്ടുള്ളൊരു ഗമ്മാണിത്. നമ്മുടെ ഫെവി ബോണ്ടിൻ്റെയും കാര്യം ബെറ്ററാണിത്. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഗം യൂസ് ചെയ്ത് അതിനുശേഷം സാറ്റൻ റിബൺ, ഇവിടെ എനിക്ക് പിങ്ക് കളറാണ് ഒരുപാട് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു പഴയ ബോ എടുത്ത് അതിൽ പിങ്ക് സാറ്റൻ റിബൺ, ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു സൈഡിൽ അല്ല, ഒരു സൈഡിൽ ചെറുതായിട്ട് നമ്മൾ ആ ഒരു B7000 എന്നൊരു ഗം നമ്മൾ വെച്ച് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതാ ഇതുപോലെ ഇത് കാണിക്കുന്നത് പോലെ നമ്മൾ ആ ഒരു സാറ്റൻ റിബൺ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് മടക്കി അതിനെ ഒരു ചരിച്ച്, അതായത് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെച്ച് ചുറ്റിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഗമ്മിൻ്റെ ഒരു ആവശ്യവും വേണ്ടി വരുന്നില്ല. നല്ലതുപോലെ ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് ചുറ്റി വരിഞ്ഞെടുക്കുകയും ചെയ്യാം. ഇതാ കണ്ടില്ലേ, നമുക്കതുപോലെ ചുറ്റി വരിഞ്ഞ അത് ഒന്ന് ചരിച്ച് വെച്ച് ചുറ്റിയാൽ നമുക്ക് അതിൻ്റെ അവിടെ ഗമ്മ് യൂസ് ചെയ്യേ വേണ്ട. ഇത് പിങ്ക് കളറിലെ സാറ്റൻ റിബണാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം പിങ്ക് കളറാണ്. ഇതാ കണ്ടില്ലേ, ചുറ്റി വരിഞ്ഞ് അതിൻ്റെ എൻഡായി കഴിഞ്ഞ് ആ ഒരു എൻഡ് സമയത്ത് നമ്മൾ ഏത് സാറ്റൻ റിബൺ യൂസ് ചെയ്താലും നമ്മളൊരു ലൈറ്റർ യൂസ് ചെയ്യേണ്ടി വരും. കാരണം അതിൻ്റെ ഒരു നാര് ചെറുതായിട്ട് ഒന്ന് നമ്മൾ പിടിച്ചാൽ മതി, കംപ്ലീറ്റ് ഇനി ഇളകിപ്പോരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഒരു ലൈറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ചൂടാക്കി നമ്മൾ ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് വെച്ചാൽ അവിടെ ആ ഫോൾഡ് ചെയ്ത് ഒന്ന് ഉരുക്കി, കണ്ടില്ലേ, ഒന്ന് ഉരുക്കിയിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചാൽ അവിടെ തന്നെ ടൈറ്റായിട്ടിരിക്കും. അതൊട്ട് ഇളകി പോകത്തതുമില്ല. അല്ല, ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ലൈറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. രണ്ട് എൻഡും നല്ല ടൈറ്റായിട്ട് ഒന്ന് ഉരുക്കി മടക്കി അങ്ങ് വെച്ചാൽ മാത്രം മതി. ആ പഴയ ബോ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് മാറ്റിക്കളയാതെ നമുക്ക് തന്നെ പുതിയതായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കാം. എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും നമുക്കത് പല പല ഡിസൈനുകൾ നമുക്കത് ചെയ്താവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഡിസൈൻസുകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മാറ്റി ബോയുകൾ, പല ബോയ്സും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല റേറ്റോടുകൂടിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്കിതുപോലെ പാഴാക്കി കളയുന്ന പഴയ ബോ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. നമുക്ക് എത്ര പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ചിട്ട് വേണമെങ്കിലും നമുക്കത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു വിൽപ്പനയ്ക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെഡ് റിബൺ എടുത്ത് ഇതുപോലെ, അതും വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ്, രണ്ടായിട്ട് മടക്കി അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുണ്ടല്ലോ ലൈറ്റർ യൂസ് ചെയ്ത്, ലൈറ്റർ നമ്മൾ വളരെ പെട്ടെന്നൊന്ന് ഓടിച്ചങ്ങ് പോയാൽ മതി, പെട്ടെന്നത് ഉരുകി ചേർന്നോളും. ഒന്ന് ഉരുക്കി എടുത്ത് വെക്കുമ്പോൾ ഇതുപോലത്തെ പെറ്റലാണ് ഞാൻ ഇന്നത്തെ ഈ ഫ്ലവറിന് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ 4 സൈഡും ഒന്ന് ഓടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഈ ഞാൻ ആ ഒരു B7000 എന്നൊരു ഗമ്മ് മധ്യത്ത് പേസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് പിടിക്കുമ്പോഴത്തേക്ക് അത് ടൈറ്റായി കഴിയും. ഇതുപോലെ ബാക്കിയുള്ള അതായത് ഒരു 6 ഇതളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എത്ര വേണമെങ്കിലും കൊടുക്കാം. ചെറിയ ഒരു ഫ്ലവർ ആയിട്ടാണ്, വെറും ചെറുതല്ല, ഒരു മിനിമം സൈസാണ്. ഇത് 6 എണ്ണം ഞാൻ അത് നൂല് കൊണ്ട് കൊരുത്ത് ആദ്യമേ ഒന്ന് കെട്ടിവെച്ച് അതിന് ശേഷം അതിൻ്റെ ഓരോ സൈഡുകളും ഇത് കണ്ടില്ലേ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അതിൻ്റെ ഓരോ സൈഡുകളും ഒന്നിനോട് തന്നെ ചേർത്ത് പേസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് വിട്ട് പോകത്തതുമില്ല. ആ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് ആ ഒരു കെട്ടനുസരിച്ച് നമുക്ക് ഒട്ടിക്കാനായിട്ട് മാത്രമാണ് ഞാനത് കൊരുത്ത് കെട്ടിയിരിക്കുന്നത്. ഇനി എന്ന് വെച്ചാൽ നമ്മളത് പേസ്റ്റ് ചെയ്യുന്നത് ഫോം ഷീറ്റ് കിട്ടും, പ്ലെയിൻ ഫോം ഷീറ്റ്. അപ്പോൾ ആ ഒരു ഫോം ഷീറ്റിലോട്ട് ഞാനത് ഒട്ടിച്ച് റെഡിയാക്കി കഴിഞ്ഞു. ഫോം ഷീറ്റ് ആകുമ്പം അഥവാ നമ്മളത് വെള്ളം പറ്റിയാലും നമുക്കൊന്നും അത് പോകത്തില്ല. മറ്റേ പേപ്പറായിരുന്നു യൂസ് ചെയ്തത്. എന്നിട്ട് ഇനി എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സെൻറ്ററിൽ നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ്, മുത്തുകൾ കൊണ്ടോ എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇനി സെയിം അതേപോലത്തെ ഇതളുകൾ തന്നെ ഞാനൊരു 7-8 എണ്ണം
കട്ട് ചെയ്തിട്ടുണ്ട്. അതും സെയിം അതേപോലെ തന്നെ ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ സെൻറ്ററിൽ മടക്കാത്ത വിധം ഈ ഒരു ഫ്ലവറിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഏറ്റവും മുമ്പിൽ 3 എണ്ണവും പിന്നെ അത് കഴിഞ്ഞിട്ട് 2 അങ്ങനെ ഓരോന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളെ മനസ്സിൽ നമുക്ക് തോന്നുന്ന ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഡെക്കറേഷൻ തോന്നി, അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്തെടുക്കുകയാണ്. അതായിട്ടില്ലേ, എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന എത്ര ബോ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പല കളറിൽ സാറ്റൻ റിബണുകൾ യൂസ് ചെയ്ത് നമുക്കിങ്ങനെ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. ഇനിയിപ്പം അതിൽ ഞാനത് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് ഫ്ലവർ എന്ന് വെച്ചാൽ ഓൾറെഡി റെഡിയായി കഴിഞ്ഞു. നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സാണ്, കണ്ടില്ലേ. നമുക്കിതുപോലെ പല കളറിൽ ചെയ്യാം. ഇനി ആ ഒരു ബോയുടെ കണ്ടില്ലേ 3ഉം 2ഉം വെച്ച് ആ ഒരു പെറ്റൽ വെച്ച് അതിൽ മനോഹരമായ കല്ലുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കണ്ടില്ലേ നല്ല ഭംഗിയോടുകൂടി ബോ ചെയ്തെടുത്തിട്ടുണ്ട്.